റീസെന്റ് ആയിട്ട് നമ്മൾ ഞെട്ടിച്ചൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു വിദ്യാബാലൻ്റെത്. 20 കിലോ ആണ് വിദ്യാബാലൻ ഒറ്റയടിക്ക് കുറച്ചത്. അതും വർഷത്തിൽ ഒരു ദിവസം പോലും വർക്ക്ഔട്ട് ചെയ്യാതെ. അപ്പൊ എത്ര വർക്ക്ഔട്ട് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്ന് മനസ്സിലായിട്ടുള്ളവരാണെങ്കിൽ, ഡയറ്റ് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്ന് മനസ്സിലായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതുകൊണ്ട് ഈ വീഡിയോ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം. വെൽക്കം ബാക്ക് ടു വീണാസ് നെർച്ചർ. ഞാൻ വീണ. പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ആക്ച്വലി കൺസൾട്ടേഷൻസിന് വരുന്ന ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ്, ആദ്യത്തെ ഒരു ഇനിഷ്യൽ വെയിറ്റ് നമ്മൾ പെട്ടെന്ന് കുറഞ്ഞു, അതിനുശേഷം വെയിറ്റ് ഭയങ്കര സ്റ്റക്കായി നിൽക്കുകയാണ്, 1 കിലോ പോലും കുറയുന്നില്ല. അപ്പോൾ അതെന്താ കാര്യം എന്ന് ചോദിക്കാറുണ്ട്. ആൻഡ് എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പലർക്കും എന്താ സംഭവിക്കുക വെച്ചാൽ, ആ സ്റ്റക്കായി നിൽക്കുന്നിടത്ത് വെച്ചിട്ട് പല തവണയായിട്ട് ഈ പറഞ്ഞ പോലെ ഡയറ്റ് ചെയ്ത് നോക്കുകയും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുകയും ചെയ്തു, എന്നിട്ടും ഇങ്ങനെ ഒരു വെയിറ്റ് എത്തുമ്പോൾ അവിടെ സ്റ്റക്കായി പോവുകയാണ് ചെയ്യുന്നത്. മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. അപ്പോൾ അവരെന്താ ചെയ്യുക വെച്ചാൽ നോർമലി അത് അവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവർ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ആക്ച്വലി വിദ്യാബാലൻ്റെ ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിച്ചൊരു കാര്യം. അതായത് വിദ്യാബാലന് ശരിക്കും സംഭവിച്ചിരുന്നത്, വിദ്യാബാലൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്നത് ഫാറ്റ് ആയിരുന്നില്ല, ഇൻഫ്ലമേഷൻ ആയിരുന്നു. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ഇൻഫ്ലമേഷൻ എന്നുള്ളത് നോക്കാം. ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നൊരു കാര്യമാണ് ശരിക്കും ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഹെൽത്ത്, അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ ഹെൽത്ത്. ഇത് രണ്ടും വളരെ പ്രധാനമാണ് ഈ ഒരു ഇൻഫ്ലമേഷൻ്റെ കാര്യത്തിൽ. അതായത് നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ, അതുപോലെ തന്നെ പ്രോസസ്ഡ് ഷുഗർ കഴിക്കുന്നവരാണെങ്കിൽ, ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഷുഗർ നമ്മൾ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കണം, നമ്മുടെ ബോഡിക്ക് വലിയൊരു ചേഞ്ച് വരുത്താൻ അത് കാരണമാകും എന്നുള്ളത്. പ്രോസസ്ഡ് ആയിട്ട് നമ്മൾ ആക്ച്വലി വാങ്ങി വെക്കുന്ന ചിക്കൻ നഗറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ എടുത്ത് വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ട് നമ്മളത് കുക്ക് ചെയ്ത് കഴിക്കുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ചില ആൾക്കാർക്ക് ഈവൻ ഗ്ലൂട്ടൻ, അതായത് നമ്മളുടെ ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് പ്രശ്നം ഉണ്ടാവുന്നവരുണ്ടാവാം. ചിലർക്ക് ഡയറി പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ മെയിനായിട്ട് മിൽക്ക് പ്രൊഡക്ട്സ്, പാൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പാല് ആക്ച്വലി ചിലർക്ക് സ്യൂട്ടബിൾ ആവണം എന്നില്ല വയറിന്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ഈ പ്രശ്നം ഉണ്ടാവാം. അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നവരാണെങ്കിൽ, പ്രോബയോട്ടിക് ടാബ്ലറ്റ്സ് കൂടാതെ കുറച്ചധികം കാലത്തേക്ക് നിങ്ങൾ ആൻറ്റിബയോട്ടിക്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു പ്രശ്നം വരാം, ഗട്ടിന് ഇങ്ങനെ ഒരു പ്രശ്നം വരാം. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നമുക്ക് ആക്ച്വലി നമ്മളുടെ ഈ ഇൻറ്റസ്റ്റൈനൽ ലൈൻസിനകത്ത് സ്പേസിങ് ഉണ്ടാവാം. അതുവഴി അവിടെ നമ്മുടെ ബാഡ് ബാക്ടീരിയ കൂടുകയും ആ ബാഡ് ബാക്ടീരിയ നമ്മളുടെ ബ്ലഡിലേക്കും കലരാനുള്ള ചാൻസ്. അതിനെയാണ് നമ്മൾ ലീക്കി ഗട്ട് എന്ന് പറയുന്നത്. നമ്മൾക്കൊരു തലവേദന മുതൽ ഒരു ക്യാൻസർ വരെ ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ആ ലീക്കി ഗട്ടിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുക, ഈ പ്രോസസ്ഡ് ഷുഗർ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ, പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ക്യാൻസർ വരെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെയുള്ള വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ നോർമലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മസിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആക്ച്വലി നമ്മൾ ആവശ്യത്തിന് കഴിക്കുന്ന ഈ പ്രോട്ടീനൊക്കെ വെച്ചിട്ട് വീണ്ടും മസിൽ ആക്ച്വലി അത് ഹീൽ ചെയ്തിട്ട് അത് ബിൽഡ് ചെയ്ത് വരികയാണ് ചെയ്യുക. അങ്ങനെയാണ് അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മസിൽ പഴയതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ എനർജിയൊക്കെ എടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് വെയിറ്റ് ലോസ് വരിക. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹെവി വർക്കൗട്ട്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മുടെ മസിൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇത് ഹീൽ ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് ഉണ്ടാവില്ല. അതായത് നമ്മുടെ ബോഡിക്ക് അത് ഹീൽ ആവാനുള്ള ഒരു സമയം കിട്ടില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മൾക്ക് വെയിറ്റ് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് വളരെ അപകടവുമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർക്ക് ചില ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഒരു തലവേദന പോലെ വരാം. അതുപോലെ തന്നെ വയറിന് ചിലപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുന്നുണ്ടാവാം. അതുപോലെ ചില ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്ന പോലെ തോന്നാം. നമുക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ്ട്രൈറ്റിസിന്റെ ഇഷ്യൂസ് ഉണ്ടാവാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഇൻഫ്ലമേഷൻ ഉള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെ ഈ ഒരു അവസ്ഥയെ നമുക്ക് ഒഴിവാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആവശ്യത്തിനുള്ള സപ്ലിമെന്റ്സ് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ടൈപ്പ് 2 കൊളാജൻ കഴിക്കാവുന്നതാണ്. കൊളാജൻ പൗഡർ വാങ്ങുമ്പോൾ ടൈപ്പ് 2 കൊളാജൻ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വാങ്ങുക. ഒമേഗ 3 ടാബ്ലറ്റ്സ് കഴിക്കാവുന്നതാണ്. പ്യുവർ ആയിട്ടുള്ള മഞ്ഞൾ അത് വെള്ളത്തിൽ കലക്കിയിട്ട് അത് കുടിക്കാം. അല്ലെങ്കിൽ മഞ്ഞളിനകത്ത് കുറച്ച് ഇഞ്ചിയും ഒരു പിഞ്ച് ഓഫ് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് അത് കുടിക്കാം.
ഇനി അതും അല്ലെങ്കിൽ ജിഞ്ചറും ഗാർലിക്കും നിങ്ങളുടെ ഫുഡിൽ ആക്ച്വലി ഉൾപ്പെടുത്താവുന്നതാണ്. ശരിക്കും വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന ഒരു വെയിറ്റ് ലോസ് മെത്തേഡാണ് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കുറേ അധികം നേരം ഫാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വയറിന് ശരിക്കും ഒന്ന് ഹീലാവാനുള്ള സമയം കിട്ടുകയും ആ ഒരു സമയത്ത് ഹീലാവുകയും ചെയ്യും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഞാൻ കൂടുതലായിട്ട് പറയുന്നത് അത് സ്ത്രീകളുടെ കാര്യമാണ്. സ്ത്രീകൾക്ക് 8 മണിക്കൂറെങ്കിലും ഉറക്കമുണ്ട് എന്ന് നിർബന്ധമായും നിങ്ങളത് ഉറപ്പുവരുത്താൻ നോക്കുക. ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റും ബോഡിക്ക് ഹീലാവാനുള്ള ടൈമും കിട്ടിയില്ലെങ്കിൽ അത് വളരെയധികം നിങ്ങളുടെ വെയിറ്റിനെ ബാധിക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പ്രോസസ്ഡ് ഫുഡിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അതുപോലെ തന്നെ റോ ഫുഡ് കഴിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുക. വേവിക്കാത്ത ഭക്ഷണം കഴിക്കില്ല എന്ന് തീരുമാനിക്കുക. നമ്മൾ നന്നായിട്ട് വീട്ടിൽ വേവിച്ച് എടുക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കുക. അല്ലാതെ പുറത്തു നിന്നുള്ള പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്ന പരിപാടി, പ്രോസസ്ഡ് ആയിട്ടുള്ള കൊക്കക്കോള കുടിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നിർത്തുക. അപ്പൊ വിദ്യാബാലന്റെ കാര്യത്തിൽ വിദ്യാബാലൻ പറയുന്നുണ്ട്, വിദ്യാബാലന് പാലക്ക് എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന പാലക് ചീരയൊക്കെ അത് സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നില്ല. വിദ്യാബാലൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അങ്ങനെ ഒരു കാര്യം ബോഡിക്ക് സ്യൂട്ട് ആവുന്നില്ല എന്ന്. അതുപോലെ തന്നെ വളരെയധികം പ്രധാനപ്പെട്ടതാണ് സ്ട്രെസ്സിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ ആക്ച്വലി നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്ക് എപ്പോഴൊക്കെയാണ് സ്ട്രെസ്സ് വരിക എന്നുള്ളതും സ്ട്രെസ് ഇല്ലാത്തൊരു ജീവിതം നമുക്ക് ആലോചിക്കാനും പറ്റുന്നുണ്ടാവില്ല. ബിക്കോസ് അത്രയും സ്ട്രെസ്സിൽ കൂടി കടന്നു പോകുന്നവരാണ് ഇപ്പോൾ എല്ലാവരും. നമ്മൾ കുറച്ചധികം സമയം നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി മാറ്റി വെക്കുക. അതായത് ഇപ്പം മെൻ്റൽ ഹെൽത്തിന് വേണ്ടി എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്ന് ഈ പറയുന്ന പോലെ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത്. മെഡിറ്റേഷൻ പോലെയുള്ള എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് ചെയ്ത് നോക്കുക. രാവിലെയും രാത്രിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്. അതായത് സ്ലോലി നമ്മൾ കുറച്ച് നേരം ഒരു 5 സെക്കൻഡ് സ്ലോലി ബ്രീത്തിങ് ചെയ്യുക, പിന്നെ ഒന്ന് ഹോൾഡ് ചെയ്യുക ഒരു 5 സെക്കൻഡ്, പിന്നെ അത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു 5 തവണ ചെയ്യുക. അത് രാവിലെയും രാത്രിയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് കുറച്ചൊന്ന് കാമാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു ദിവസം തുടങ്ങുന്ന സമയത്തും ഒരു ദിവസം തീരുന്ന സമയത്തും. ഇപ്പൊ വിദ്യാബാലൻ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ശരിക്കും നമുക്കൊക്കെ അറിയാം, മുമ്പ് പല തവണയായിട്ട് ബോഡി ഇമേജ് ഇഷ്യൂസിനെ പറ്റി അല്ലെങ്കിൽ ബോഡി പോസിറ്റിവിറ്റിനെ പറ്റിയൊക്കെ നന്നായി സംസാരിച്ചിരുന്ന ഒരാളാണ്. അവർ ആക്ച്വലി അവരുടെ ബോഡിയിൽ കോൺഫിഡൻ്റ് ആണ് എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. എന്നിട്ടും ആക്ച്വലി അവർ എന്തിനും ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി, അല്ലെങ്കിൽ ശരിക്കും അവർ ബോഡിയിൽ കോൺഫിഡൻ്റ് ആയിരുന്നോ അല്ലയോ, അതുകൊണ്ടാണോ ഈ ട്രാൻസ്ഫോർമേഷൻ നടത്തിയത്, അങ്ങനെയൊക്കെ ഒരുപാട് സംശയം ഒരുപാട് പേർക്ക് ഉണ്ടാവാം. എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാബാലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിദ്യാബാലൻ വളരെ ചെറുപ്പത്തിൽ ഭയങ്കര ചബ്ബി ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. വിദ്യാബാലന്റെ സിസ്റ്ററിനെക്കാളിലും കുറച്ചും കൂടെ ഹെവി ബോഡി ഉള്ള ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വിദ്യാബാലൻ വിചാരിച്ചിരുന്നത് നമ്മളുടെ ഈ ബോഡിയുടെ പ്രശ്നങ്ങളെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഗുഡ് ഗേൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അതായത് നല്ല കുട്ടിയാണ് എന്ന് പറയിപ്പിക്കുക. എവിടെയും ചെന്ന് കഴിഞ്ഞാൽ നല്ല കുട്ടിയാണ് എന്ന് പറയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ബോഡിയിലേക്ക് അധികം ശ്രദ്ധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കാര്യം എപ്പോഴും ചെയ്തിരുന്നത്. പക്ഷെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അറിയാമത് എന്തുമാത്രം പ്രഷറാണ് ഒരാൾക്ക് കൊണ്ടുവരുന്നതെന്ന്. നമ്മളുടെ ബോഡിയിലേക്ക് ശ്രദ്ധ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ ബോഡി പോസിറ്റിവിറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം വിദ്യാബാലൻ ആക്ച്വലി ഈ പറയുന്ന പോലെ ബോഡി ഇഷ്യൂസും ബോഡി ഇമേജ് ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്ന ഒരാൾ വളർന്നു വരുമ്പോൾ അതിനെപ്പറ്റി അത്രയും കോൺഷ്യസ് ആയിരുന്ന ഒരാൾ ഒരു പോയിന്റിലെത്തിയപ്പോൾ ബോഡി നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ബോഡിയിലെ വെയിറ്റ് ഒക്കെ കുറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആള് എന്താ പറയുക, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആക്ച്വലി അഭിനയിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, മലയാളത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആ സിനിമ അവിടെ നിന്ന് പോയി. പിന്നീട് വിദ്യാബാലൻ ആക്ച്വലി ബോളിവുഡിലേക്ക് മാറി. ബോളിവുഡിൽ ചെന്നിട്ട് ഏറ്റവും ആദ്യം നമുക്കൊക്കെ അറിയാവുന്നത് ആക്ച്വലി അവർ വിജയിച്ച് നിൽക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ ഏറ്റവും ആദ്യം അവർ ഒരുപാട് സിനിമകളിൽ നിന്ന് റീപ്ലേസ് ചെയ്യപ്പെട്ടു. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു സ്വപ്നം തന്നെയായിരുന്നു ഈ സിനിമയിൽ എത്തുക എന്നുള്ളത്. ഒരു ടീനേജ് പ്രായത്തിൽ തുടങ്ങിയ ഒരു സ്വപ്നമാണ്. പക്ഷെ എന്താ പറ്റിയേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആക്ച്വലി ശ്രമിച്ചു, അത് കിട്ടിയില്ല, അങ്ങനെയല്ല. അവർ ശരിക്കും ശ്രമിച്ചു, അത് കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ അവർ റീപ്ലേസ് ചെയ്യപ്പെട്ടു. അച്ചീവ് ചെയ്തെടുത്ത സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്കത് എത്രത്തോളം വേദന ഉള്ളൊരു കാര്യമായിരിക്കും. ഒരു തകർത്ത തരിപ്പണമായി പോയി. നമ്മളിൽ പലർക്കുമാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമ്മളൊക്കെ ആദ്യം ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്ലാൻ എ ഉണ്ടാവും. ആ പ്ലാൻ എ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഒരു പ്ലാൻ ബിനെ കുറിച്ച് ആലോചിക്കും. ഈ പ്ലാൻ ബി കുറച്ചും കൂടെ പ്രാക്ടിക്കലായ ഒരു കാര്യമായിരിക്കും. നേരെ പ്ലാൻ ബിയിലേക്ക് തിരിയും. അപ്പോൾ പ്ലാൻ ബി അനുസരിച്ച് ചിലപ്പോൾ നമ്മളൊരു വേറൊരു ജോലി നോക്കും, ആ ജോലി കിട്ടും. ഉടനെ ചിലപ്പോൾ കല്യാണം നടക്കും, കുട്ടികളുണ്ടാവും. വളരെ ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകും. കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും
പിന്നീട് നമ്മുടെ ജീവിതം കുറച്ചും കൂടെ സ്ലോ ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ആദ്യത്തെ ഒരു ഫാസ്റ്റ് ഒരു എപ്പിസോഡ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് സ്ലോ ആവാൻ തുടങ്ങും. വിദ്യാബാലൻ്റെ കാര്യത്തിൽ വിദ്യാബാലന് പക്ഷേ അങ്ങനെ ഒരു പ്ലാൻ ബി ചൂസ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ എടുത്തതേ ഇല്ല. ഇത്ര തകർന്ന തരിപ്പണമാണെങ്കിലും ഹീലാവാൻ വേണ്ടിയിട്ട് ശരിക്കും സമയം കൊടുത്തു. ആൻഡ് ആ പ്രോസസ്സിലൂടെ കടന്നുപോയി. അപ്പോൾ അവർ മെല്ലെ 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 ഓക്കെ ആയി. എന്നിട്ട് വീണ്ടും ചെറിയ ചെറുതായിട്ട് ശ്രമിച്ചു തുടങ്ങിയ സമയത്ത് പല ആൾക്കാരും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ജീവിതത്തിൽ എന്ത് വേണം എന്നുള്ളതിനെ പറ്റി അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ബോളിവുഡിലേക്കൊക്കെ കാലെടുത്ത് വെച്ച് അവിടുത്തെ കുറേ സക്സസ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് അവർക്ക് ശരിക്കും പിന്നീട് വീണ്ടും ബോഡി വെയിറ്റ് കൂടി വരാൻ തുടങ്ങിയത്. അപ്പോൾ അവർ ഈ പറയുന്ന പോലെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. 24 മണിക്കൂറും വർക്കൗട്ട് ചെയ്യുന്നത് പോലെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം എന്നിട്ട് അവർക്ക് വെയിറ്റ് കുറയുന്നില്ല. പല ഡയറ്റുകൾ പരീക്ഷിച്ച് നോക്കി, എന്നിട്ടൊന്നും വെയിറ്റ് കുറയുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് വീണ്ടും നമ്മൾ ഭയങ്കര സങ്കടത്തിലാവും. നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് ശ്രമിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സമയത്ത് ഡെസ്പറേറ്റ് ആയിട്ട് ഈ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുക എന്നൊരു പരിപാടി അവിടെ നിർത്തിയിട്ട് എന്താ വെച്ചാൽ കുറച്ചും കൂടി ആ ബോഡിയോടൊരു സ്നേഹം കാണിക്കാൻ തുടങ്ങി. ഇതിപ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ ജീവൻ നിലനിർത്തുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ ബോഡി. അപ്പം ആ ബോഡിയോട് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയും അതിനോട് സ്നേഹം കാണിക്കാനും തുടങ്ങി. സ്നേഹത്തോടു കൂടി അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് ആക്ച്വലി കുറച്ചും കൂടി അതിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് എൻഹാൻസ് ചെയ്ത് അതിനെ മാറ്റണമെന്ന് തോന്നി തുടങ്ങിയത്. ബോഡിയെ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ, ലിസൺ ചെയ്യാൻ തുടങ്ങിയത് മുതലാണ് അവർ ശരിക്കും ഈ ചെന്നൈയിലുള്ള ഒരു ന്യൂട്രീഷണൽ ഒരു ഗ്രൂപ്പിനെ പരിചയപ്പെടുകയും ആ ഗ്രൂപ്പിൽ നിന്നാണ് അവർ ആക്ച്വലി ശരിക്കും മനസ്സിലാക്കുന്നത് അവർക്ക് ഈ ബോഡി ഇൻഫ്ലമേഷൻ ആണ് ഉള്ളതെന്ന്. അതായത് നമ്മളൊക്കെ ഒരു കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിലൊരു സക്സസ്ഫുൾ ആയി ഒരു സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം വളരെയധികം ക്ഷമ വേണം. പിന്നെ നമ്മൾ എവിടെയൊക്കെയാണ് നമുക്ക് മുറിവ് പറ്റിയിട്ടുള്ളത് ആ മുറിവിനെയൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് പോകാനുള്ള ഒരു മനസ്സുണ്ടാവണം. കുറച്ചധികം ക്ഷമ വേണം എന്നുള്ളതാണ്. പിന്നെ കുറച്ചധികം സ്നേഹത്തോടു കൂടി നമ്മളെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടല്ല, വേറെ ആരെങ്കിലും എത്രത്തോളം ഫോഴ്സ് ചെയ്തിട്ട് എന്തൊക്കെ പറഞ്ഞാലും ബോഡി ഷെയിം ചെയ്താലും ആ ബോഡി ഷെയിമിങ്ങിൻ്റെ പുറത്തായിരിക്കരുത് ഒരിക്കലും നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. ആ വാശിക്കൊന്നും ആയിരിക്കരുത്. കാരണം ആ വാശിക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആ വാശി കുറച്ച് കഴിയുമ്പോൾ മാറും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് മറക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾക്ക് കുറച്ചും കൂടെ നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ, നമ്മൾ കുറച്ചും കൂടെ നമ്മളെ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആണ് കറക്റ്റ് ഈ പറയുന്ന സക്സസ്സിലെത്തുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ മറ്റുള്ള ആൾക്കാരെയും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാരെയും കുറച്ചധികം നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ വിദ്യാബാലൻ ആക്ച്വലി ഈ ന്യൂട്രീഷൻ ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചപ്പോഴാണ്, അവരുടെ അടുത്ത് ചെന്നപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ബോഡിക്ക് ഇൻഫ്ലമേഷൻ ആയിരുന്നു എന്നുള്ളതും ആ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡയറ്റ് ഈ ഒരു ന്യൂട്രീഷൻ ഗ്രൂപ്പ് പറഞ്ഞു കൊടുക്കുകയും, അത് ആ ഡയറ്റിൽ മെയിനായിട്ട് ഉണ്ടാവുക ഈ പറഞ്ഞ പോലെ ഹോം കുക്ക്ഡ് ഫുഡ് കഴിക്കണം എന്നുള്ളതും, കൂടുതലായിട്ട് ടേമറിക്ക് കഴിക്കണം എന്നുള്ളതും, ഒമേഗ 3 കഴിക്കണം എന്നുള്ളതും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ കൂടുതലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. വിദ്യാബാലൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്തോളാൻ. അപ്പോൾ അവർ ആ ഒരു വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തോളം വർക്കൗട്ട് ചെയ്തിട്ടേ ഇല്ല, പക്ഷേ വെയിറ്റ് കുറഞ്ഞു. 20 കിലോയോളമാണ് അത് കുറഞ്ഞത്. അതും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, 45-ാമത്തെ വയസ്സിലാണ് അവർക്കത് സംഭവിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം നമ്മളുടെ ഒരു 10-30 വയസ്സ് കഴിയുമ്പോൾ നമ്മളുടെ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു വരുന്നു. പക്ഷെ വളരെ ഈസി ആയിട്ട് ഇഷ്ടപ്പെട്ട ഫുഡ് ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ കൃത്യമായ ഒരു ഒബ്സർവേഷൻ്റെ പുറത്ത് ഇൻഫ്ലമേഷൻ കുറച്ചിട്ട് അവർ ആക്ച്വലി 20 കിലോയോളമാണ് ചേഞ്ച് വരുത്തിയത് 45-ാമത്തെ വയസ്സിൽ. പ്രായം എന്നുള്ളത് ആക്ച്വലി ഒരു ഘടകമേ അല്ല വെയിറ്റ് കുറയ്ക്കുന്നതിന്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി എഫേർട്ട് ഇടണം എന്നുള്ളതാണ് ആകെ നോക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇനിയും എത്ര ഡയറ്റ് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല, എത്ര വർക്കൗട്ട് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വഴിയും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. വിദ്യാബാലനെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.